ഒരു 10 മിനിറ്റിന്റെ കാര്യമില്ല ഏട്ടാ, ഞാൻ വേഗം വന്നോളാം. കുഞ്ഞിനെങ്കിലും അച്ഛനമ്മ ഒന്ന് കണ്ടോട്ടെ. ഈ കൂനപ്പുരയിലേക്ക് ഞാനും എൻ്റെ മോനും വരണ. ഇടി ഞാൻ വരുമ്പോഴേ പറഞ്ഞതാണ് ഞാൻ ഇങ്ങോട്ട് കാല് കുത്തില്ല. നിനക്ക് എന്താ എടുക്കേണ്ടത് എടുത്തിട്ട് വാങ്ങുന്നത്. അതെന്താ ഇവിടെ എത്തുമ്പോൾ നിന്റെ സ്വഭാവം മാറുന്നത്? വേഗം പോയി എടുത്തിട്ട് വാങ്ങുന്നത്. ഒന്നില്ലെങ്കിലും അവന്റെ പേരക്കുട്ടിയല്ലേ ഏട്ടാ, കണ്ടിട്ട് കുറെ ആയില്ലേ. ഏട്ടൻ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഒന്ന് കുഞ്ഞിനെ കാണിച്ചിട്ട് വരട്ടെ. എടി നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കുഞ്ഞിനെ അങ്ങോട്ട് വിടാത്ത വേറൊന്നും കൊണ്ടല്ല, നിന്റെ അവിടുത്തെ കൾച്ചർ എനിക്ക് തീരെ ഇഷ്ടമില്ല. ഒന്നാ നിന്റെ അച്ഛൻ്റെ അമ്മൻ്റെ വർത്താനം കേൾക്കണം. ഇവന് 2 മിനിറ്റ് അവിടെ വിട്ടുണ്ടല്ലോ ഫുൾ അത് ക്യാച്ച് ചെയ്തിട്ട് വരും. ഒന്ന് മോളെ നല്ല രീതിക്ക് ഞാൻ ഇവിടെ വളർത്തി വരുന്നതാ. നീ പോവാണ്ടേ പോയിട്ട് വാ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വണ്ടി എടുത്ത് പോവേ. എന്താണെന്നറിയില്ല മോളെ, നിൻ്റെ പേർക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. അപ്പോഴേക്കും നീ എന്തിനാ ഈ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നത്? നന്നായി, അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതേട്ടൻ്റെ സ്റ്റാറ്റസിന് കുറവല്ലേ. അതെവിടെ വെച്ചാ എടുത്ത് വെച്ചാ? അപ്പൂപ്പന്റെയും അമ്മൂമ്മന്റെയും കാണാൻ തോന്നുന്നു. പൂവട്ടെ. അപ്പൂപ്പനും അമ്മമ്മയോ? ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചത്? നിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളല്ലേ ഇവിടുന്ന്? ഗ്രാൻഡ് ഗ്രാൻഡ് എന്ന് പറയാറില്ല. അതെങ്ങനെയാ അവള് ഏത് നേരം ഫോണിലൂടെ വീഡിയോ കോൾ കാണിച്ചു തന്നിട്ട് പറയുന്നുണ്ടല്ലേ അമ്മമ്മ അപ്പൂപ്പന? നിന്റെ ഫോണും വീഡിയോ കോളൊക്കെ നിർത്തുന്നുണ്ട്. കുറെ നേരമല്ലേ പെണ്ണ് പോയിട്ട് എപ്പോഴപ്പോ. മോളെ സുജിത്തില്ലേ? ആ മാധവ ഏട്ടനോ? ഏട്ടനോടെ ഉണ്ടല്ലോ, ഞാൻ വിളിക്ക. ഏട്ടാ ഏട്ടാ, മാധവട്ട കയറി ഇരിക്കേ. ഇന്ന് അവന് ലീവാന്ന് തോന്നുന്നല്ലേ? രാവിലെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ നീങ്ങളാ, നീ വിളിച്ചു പോയപ്പോ ഞാൻ വെച്ച് വേറെ ആരോ വന്ന്. എന്താ എന്താ കാര്യം? മക്കളെ, ഈ വരുന്ന ഞായറാഴ്ച മോൻ്റെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ അതിന് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഗ്രാൻഡായിട്ട് നടത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും 2 ആൾ അവിടെ എത്തണം. ഒരു 11 മണിയാകുമ്പോഴേക്കും കേക്ക് മുറിക്കും. അതിന് ശേഷം ചെറിയ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണം. അല്ല മതവേട്ട, ഈ പറയുന്നുണ്ടൊന്നും വിചാരിക്കല്ലേ. അല്ല ഞാൻ ഈ മുഖത്ത് നോക്കി പറയുന്ന ആളാണ്, അതുകൊണ്ട് പറയാം. ഈ പൊതുവെ ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരുടെ പരിപാടിക്കൊന്നും അറിയാലോ, ഞങ്ങൾ എവിടെയും പോകാറില്ല. അല്ല അങ്ങോട്ട് പോകാറില്ല മാത്രമല്ല, ഇപ്പം കുഞ്ഞിൻ്റെ നീ അടുത്ത് ബർത്ത്ഡേ കഴിഞ്ഞില്ലേ, ഞങ്ങളങ്ങനെ ആരെയും വിളിക്കാറില്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, പിന്നെ കുറച്ച് മുതലാളിമാരുണ്ട്. അവരൊക്കെ ആയിട്ട് എനിക്ക് കമ്പനിയുള്ളൂ. അവർ മാത്രമേ ഞങ്ങൾ അങ്ങോട്ടൊക്കെ വിളിക്കാറുള്ളൂ. അല്ല അപ്പം ഇങ്ങനെ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. ഇനിയിപ്പോൾ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് വരാതിരിക്കുന്നത് മോശമല്ലേ? ഇപ്പം മുഖത്തോക്കി പറഞ്ഞ കാര്യം കഴിഞ്ഞല്ലേ, അതുകൊണ്ടാ. അത് സാരമില്ല, എല്ലാവരും വിളിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരാളെ മാത്രം വിളിക്കാതിരിക്കുന്നത് മോശമല്ലേ? അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ശരി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ശരി നമ്മൾ. എന്നാ സന്ധി, ഞാൻ നിന്നോട് എപ്പോഴും പറഞ്ഞില്ലേ ഇതുപോലുള്ള ആൾക്കാരോട് ഒന്ന് കമ്പനി ഉണ്ടാക്കുന്നത് ഒക്കെ കയറി ഇങ്ങോട്ട് നേരം കൂടി. കുറച്ച് പൈസ ഉണ്ടായാൽ മതി. ഈച്ച പൊതിന്ന് പോലെ ഓരോരുത്തർ. അല്ല ഇവിടത്തെ ഉള്ള ആൾക്കാരെ ബർത്ത്ഡേക്ക് വിളിച്ചാൽ കുറച്ച് കേക്ക് അല്ലെങ്കിൽ ഒരു ഡ്രസ്സായിട്ട് പോകും. നമ്മളാകുമ്പോൾ അതിനനുസരിച്ച് കൊണ്ടുപോകല്ലോ, അത് കണക്കാക്കിയിട്ടാ കഷ്ടം. അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അത് നമുക്കല്ലേ, അല്ലാണ്ട് അതുകൊണ്ട് അവർക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ. എല്ലാവരെയും വിളിക്കുന്ന കൂട്ടത്തിൽ നമ്മളും വിളിച്ചു, അതൊരു സന്തോഷമല്ലേ. പിന്നെ അവൻ്റെ മോൻ ഗൾഫിൽ നല്ല നേഴ്സാ, നല്ല സാലറി ഒക്കെ ഉണ്ട്. എടാ അവൻ ഈ അടുത്തല്ലേ ഗൾഫിൽ പോയിട്ടുള്ളൂ. ആ കൂടെ 1.5 ലക്ഷം സാലറി ഉള്ളൂ. അതാണെങ്കിൽ കുട്ടിയും കുടുംബം മുഴുവനുണ്ട്. ബാക്കി എന്ത് കിട്ടും പറഞ്ഞാ? മോളെ ഞാൻ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെയല്ലേ 3-4 ലക്ഷം ഉണ്ടാക്കുന്നുണ്ട്. അതാണെങ്കിൽ ഓരോ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാണ്ടല്ലോ കോടിക്കണക്കിന് രൂപയാണ് എൻ്റെ അടുത്ത്. 1-2 വർഷമല്ലേ ആയിട്ടുള്ളൂ ഏട്ടനിപ്പോൾ ഈ ഒരു പൊസിഷനിലെത്തിയിട്ട്. അതിനു മുമ്പ് സാധാരണ ഒരു ജോലിയായിരുന്നില്ലേ? അന്നിട്ടൊക്കെ നല്ല സ്വഭാവമായിരുന്നു. എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരും, എല്ലാവരും സംസാരിക്കും. ഇപ്പം എന്താ ഏട്ടാ, പൈസ വന്നപ്പോൾ ആകെ മാറിയില്ലേ? ആ സന്ധ്യ, പൈസ വന്നാൽ സ്വഭാവം മാറും. ഇത്ര കാലം എൻ്റെ അടുത്ത് ഒന്നും ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ലോക്കലുകളിലൂടെ ഒക്കെ കൂടിയിട്ട് ഇപ്പം എനിക്ക് വേണ്ടപ്പെട്ട കുറേ കമ്പനിക്കാർ കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നില്ലെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ പൈസ ഉള്ളവരോട് കമ്പനി വിടണം, എന്നാൽ നമ്മുടെ റേഞ്ചേ മാറും. അതെൻ്റെ അനുഭവം കൊണ്ട് പഠിച്ചതാ. ഇനി ഈറ്റകളെ വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിലല്ലോ. എന്ത് ചേട്ടൻ എങ്ങനെ എത്താണോ തരുന്ന സ്വഭാവം ഒന്ന് മാറുക. ഏട്ടാ ഏട്ടാ ഏട്ടാ, എന്താ പറ്റിയത്? ഏട്ടാ നോക്കണിക്കില്ല. എടോ, പെട്ടെന്ന് ഇങ്ങനെ ആവുന്ന ആരെങ്കിലും വിചാരിച്ചോ? അത്രയും ആരോഗ്യമുള്ള ആളല്ലേ?
ആ ചെക്ക് ചെയ്തപ്പം 2 ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത്രയും ദിവസം ICUലായിരുന്നു. ഇന്നിപ്പം റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. നീ വരുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടാ. ശരി ശരി. സുഹിത്തേട്ടാ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ എല്ലാവർക്കും വരുന്നത് തന്നെയല്ലേ. ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കി. എന്നാ ശരി, ഏട്ടൻ റെസ്റ്റ് എടുത്തോ. ചേച്ചി, ഏട്ടന് ഫുള്ള് സ്ട്രെസ്സാണല്ലേ? ചോ ഇപ്പോൾ കുറച്ച് പൈസ കയ്യിൽ വന്നപ്പോഴേ കുറേ കൂട്ടുകെട്ടുകളുമായി. അവൻ്റെ ഒപ്പം ചേർന്നിട്ട് എന്തൊക്കെയോ അറിയാത്ത ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ട് അപ്പം അതിൻ്റെ പുറകെയാ. അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനിലായിരിക്കില്ലേ ഇങ്ങനെ ആയത്. അല്ല, അത് മാത്രമല്ല ചേച്ചി, ഇപ്പോൾ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലും ഭക്ഷണ രീതിയൊക്കെ മാറിയല്ലോ. ആർക്ക് വേണമെങ്കിലും വരാം. അല്ല, ഹോസ്പിറ്റലിൽ ഒരുപാട് പൈസ ചിലവായോ? ഇപ്പം തന്നെ 10-12 ലക്ഷമായി. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ആ ഒരു സമയത്ത് ഉള്ള ഗോൾഡൊക്കെ വിറ്റിട്ടാ ഇതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും പറഞ്ഞിട്ടാ. എന്നാൽ ഇത്രയൊക്കെ ആയിട്ട് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ല എന്ന് പറയുമ്പോഴാണ്. മാസം ഒരു 800,000 രൂപ മാറ്റി വെച്ചാൽ എടുക്കാൻ പറ്റുന്ന എത്ര ഇൻഷുറൻസുകളാണ് ഉള്ളത്? ഈ BP, ആസ്മ പോലുള്ള പ്രീ എക്സിസ്റ്റിംഗ് അസുഖങ്ങൾക്ക് പോലും കവറേജ് കിട്ടും. അച്ഛൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ 30 ലക്ഷം രൂപയാണ് ചിലവായത്. പിന്നെ ഈ ഒരു ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്, വീടടക്കം പണയം വെക്കേണ്ട വന്നിട്ടുണ്ടോ? പൈസൻ്റെ നല്ല അഹങ്കാരവും മോനെ. നന്നായിട്ട് സമ്പാദിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അറിയാത്ത കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടേ അവിടെയും ഇവിടെയൊക്കെ പൈസ എടുക്കുക. അതൊക്കെ ഇനിയിപ്പം തിരിച്ച് കിട്ടുമെന്ന് പോലും അറിയില്ല. നല്ല ആരോഗ്യമില്ലേ, എന്തിനപ്പം ഇൻഷുറൻസ് ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് നടന്നതാ. ഒറ്റ സെക്കൻഡ് കൊണ്ടല്ലേ ഇങ്ങനെ ആയത്. അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയാ ചേച്ചി. ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോഴേ ഇൻഷുറൻസിനെ കുറിച്ച് ആലോചിക്കൂ. ചേച്ചി ഒരു കാര്യം ചെയ്യും, ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലേ ഒരു ലിങ്ക് ഉണ്ട്. അപ്പം അതിലൂടെ പോയി കഴിഞ്ഞാലേ 1 കോടി വരെ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. മാസം ചെറിയൊരു പ്രീമിയം അല്ലേ വരുന്നുള്ളൂ. ചേച്ചി എന്തായാലും ഒന്ന് എടുത്തു വെക്കി. മനുഷ്യൻ്റെ അവസ്ഥയല്ലേ, ഒന്നും പറയാൻ പറ്റൂല. എന്തായാലും ഒന്ന് എടുക്കണം അച്ചോ. ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോഴത്തേക്കും പകുതി സമ്പാദ്യം തീർന്നു. പിന്നെ അന്ന് മോൻ്റെ ബർത്ത്ഡേക്ക് വരാൻ പറ്റാത്തതിൽ ഒന്നും വിചാരിക്കില്ല കേട്ടോ. അതൊന്നും സാരില്ല ചേച്ചി. പിന്നെ പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട. അതൊന്നും വേണ്ട മോനെ. അല്ല, ലീവ് കഴിയാറായോ? ബർത്ത്ഡേക്ക് 15 ദിവസം ലീവിന് വന്നല്ലേ ചേച്ചി. ഇനി തിങ്കളാഴ്ച പോകണം. എന്നാൽ ശരി ചേച്ചി. മോളെ, 3 ലക്ഷം മാത്രമേ അച്ഛനെ ശരിയാക്കാൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണതല്ലേ. അപ്പോൾ എന്താ പറഞ്ഞാൽ മതി. അപ്പോൾ അച്ഛൻ എവിടെന്നെങ്കിലും വാങ്ങിച്ച് ശരിയാക്കി തരാം. അച്ഛന് ബുദ്ധിമുട്ടായില്ലേ? പൈസയൊക്കെ ഉണ്ടായിരുന്നു അച്ഛാ. പക്ഷെ എവിടേക്കോ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടേ ഇപ്പം കയ്യിൽ 1 രൂപ പോലും ഇല്ല. പൈസക്കാരൻ കമ്പനിക്കാരായിട്ട് കുറേ പേരുണ്ടെന്ന് എപ്പോഴും ഏട്ടൻ പറഞ്ഞ് നടക്കും. പക്ഷെ ഇത്രയും ദിവസമായിട്ട് ഒരാൾ പോലും ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞൊന്നും കേൾക്കൂല്ലല്ലോ. സാരമില്ല മോളെ, പറഞ്ഞ അവനെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. പൈസയെ ഞാൻ ഷിബുവിൻ്റെ അടുത്ത് കൊടുത്തേക്കാം. എന്താ അച്ഛാ, അച്ഛന് നേരിട്ട് ഇങ്ങോട്ട് വന്നോടെ? അതല്ല മോളെ, ഞാൻ അവിടെ വന്നാൽ അവനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. ശരി അച്ഛാ. അയ്യോ, അമ്മേ. മോനെ സുജിത്തെ, ഓക്കെ ആയടാ? മാധവേട്ടാ, ഇപ്പൊ കുറച്ച് കുഴപ്പമില്ല. ഒന്നായത് ഈ പൈസ പറഞ്ഞിട്ട് എനിക്ക് മര്യാദയ്ക്ക് ഉറക്കമില്ല, വ്യായാമമില്ല, ഭയങ്കര സ്ട്രെസ്സും കൂടി, അങ്ങനെയൊക്കെ കൂടി വന്നതാ. ഇപ്പോൾ അതൊക്കെ വിട്ട് കുറച്ച് ശരീരമൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി, വ്യായാമമൊക്കെ ചെയ്തപ്പോൾ കുറച്ച് ഓക്കെയാണ്. നന്നായി മോനെ. എന്തായാലും ഞാൻ മുടക്കുന്നില്ല, എക്സസൈസ് നടക്കട്ടെ. മാധവേട്ടാ, ഈ പുതുപ്പണക്കാരനെ പെട്ടെന്നങ്ങ് പൈസ ഉണ്ടായപ്പോഴേ അതിൻ്റെ അഹങ്കാരം എനിക്ക് തലയ്ക്ക് പിടിച്ച് പോയതാട്ടോ. നേരം ഈ നാട്ടുകാരെയും അയൽക്കാരെയും ഭാര്യൻ്റെ വീട്ടുകാരെയും എല്ലാവരെയും ഞാൻ വെറുപ്പിച്ചേ. അപ്പം ഫുള്ള് പൈസക്കാരായിരുന്നു അന്നേരം കമ്പനി. ഞാൻ വെച്ചാൽ ജീവിതകാലം മുഴുവൻ അവരെൻ്റെ കൂടെ ഉണ്ടാകുന്നത്. പെട്ടെന്ന് എൻ്റെ കയ്യിൽ പൈസ വന്നപ്പോൾ അവരൊക്കെ കൂടിയതാ. എന്നിട്ട് അവർ കൂടിയിട്ട് അവിടെ ഇവിടെ ആയിട്ട് എല്ലാം അവിടെ എന്നെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. അവസാനം എന്താ എല്ലാം പോയി കിട്ടി. ഇല്ല, എനിക്കത് സാരമില്ല, ദൈവം ഒരു പാഠം പഠിപ്പിച്ച് തന്നെയാ.
മാധവേട്ടാ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. അതിനിപ്പോൾ എങ്ങനെയാണ് ക്ഷമ ചോദിക്കാന്ന് പോലും എനിക്കറിയില്ല. അന്നിപ്പോൾ വീണ് കിടന്നപ്പോൾ നിങ്ങളാണ് ആദ്യം ഓടിയത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ശേഷം ഹോസ്പിറ്റലിൽ നിങ്ങളുടെ വീട്ടുകാർ വന്നു. അപ്പോൾ ആ മോനൊക്കെ എത്ര പ്രാവശ്യം വന്ന് എന്നെ നോക്കിയെന്നറിയോ? എൻ്റെ ഭാര്യേൻ്റെ വീട്ടുകാർ എത്ര വെറുപ്പിച്ചിട്ടുണ്ടെന്നറിയോ പാവങ്ങളെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ. സത്യം പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് പോലും ഞാൻ വില കൊടുത്തിട്ടുണ്ടായിരുന്നു മാധവേട്ടാ. ഓരോന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യായിരുന്നു. ഈ എൻ്റെ പൈസയുള്ള കമ്പനിക്കാർക്ക് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു 2-3 ആൾക്കാർ മെസ്സേജ് അയച്ചു, ഗെറ്റ് വെൽ സൂൺ, വേഗം റെഡി ആയിട്ടാ, എനിക്ക് തിരക്കാണ്, വരാൻ പറ്റില്ല എന്ന്. 2 ആൾ പേരിന് വന്ന് നോക്കിയിട്ട് പോയി. പക്ഷെ അത്രയും ദിവസം എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവൾ ഒറ്റയ്ക്കാണ് അവിടെ. രാത്രി ഞാൻ എണിച്ചു നോക്കുമ്പോൾ അവൾ നിലത്തിരുന്ന് ഉറങ്ങുക. എന്തായാലും ആ ഒരു വീഴ്ച എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. അതോടെ ഞാൻ നേരിട്ട് കണ്ടിട്ടൊരു സോറി ചോദിക്കണം വിചാരിച്ചായിരുന്നു. സോറി. എടാ മോനെ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എടാ മനുഷ്യരല്ലേ, എല്ലാവർക്കും തെറ്റ് പറ്റാ. പക്ഷെ തെറ്റ് പറ്റിയാലും ആ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ തിരുത്താൻ കാണിക്കുന്നുണ്ട് ഈ മനസ്സുണ്ടല്ലോ, അതല്ലടാ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ശരി മോനെ, എനിക്കൊരു സ്ഥലം വരെ പോകണ്ട. പോട്ടെ, ശരി, വന്നിട്ട് കാണാം. മോളെ, അവൻ വന്നില്ലേ? മോനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഇപ്പോൾ ഓക്കെയാണ്. എന്തായാലും ഇനി ഒരാഴ്ച കൂടി ലീവ് ഉണ്ട്. ഇത്രയും കാലമായിട്ട് ഒരു ദിവസം പോലും ഇവിടെ നിന്നിട്ടില്ലല്ലോ. ഈ ഒരാഴ്ച ഇവിടെ നിന്ന് നിങ്ങളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചിട്ടേ പോകുന്നുള്ളൂ. മോൻ തന്നെയാണോ പറയുന്നത്? ഇതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പോഴല്ലേ ചില ആൾക്കാർ പഠിക്കുക അല്ലേ. ഒരു 4 മിനിറ്റ് ശ്വാസം കിട്ടാതിരുന്ന തീരാവുന്നതേ ഉള്ളൂ. എന്തിനാ വെറുതെ മസിലും പിടിച്ചിരിക്കുന്നു? അതിനുശേഷേ ഏട്ടൻ ആകെ മാറിയിട്ടുണ്ട് അച്ഛാ. നമ്മൾ ഈ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ കൃത്യം പറഞ്ഞാൽ വെറും 4 മിനിറ്റിന് ആയുസ് മാത്രമേ ഉള്ളൂ. നാളെ ശ്വാസം കിട്ടാതെ തൊണ്ടയിൽ ജീവൻ കൊടുങ്ങുമ്പോൾ ഈ ബാങ്ക് ബാലൻസോ കുന്നുകൂട്ടി വെച്ച സ്വത്തോ ഒന്നും വന്ന് നമ്മളെ രക്ഷിക്കില്ല. സത്യം പറഞ്ഞാൽ അന്ന് നമുക്കൊക്കെ നിൽക്കാൻ ഈ അഹങ്കാരമല്ല, നമ്മളെ കുത്തിനോവിച്ച അതേ മനുഷ്യരുടെ ചെറിയൊരു പ്രാർത്ഥന മതിയാവും. അതുകൊണ്ട് ഓർക്കുക, ഈ പണവും പ്രൗഢിയൊക്കെ വെറും താൽക്കാലികം മാത്രമാണ്. പണം കൊണ്ടല്ല, മനുഷ്യത്വം കൊണ്ടാണ് ഒരാൾ വലുതാകുന്നത്. ഓർക്കുക, നമ്മളൊക്കെ വെറും 4 മിനിറ്റിൻ്റെ വായുവിനുവേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഇതിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. മാസം ഒരു 800-1000 രൂപയൊക്കെ പോലുള്ള ചെറിയൊരു തുക മാറ്റി വെച്ചാൽ പിന്നീട് ലക്ഷങ്ങളുടെ ഹോസ്പിറ്റൽ ബില്ല് വരുമ്പോൾ വീടും പറമ്പൊന്നും വെക്കേണ്ട ഗതികേടിലേക്ക് നിങ്ങളുടെ കുടുംബത്തിന് പോകേണ്ടി വരില്ല. അതുകൊണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നല്ല കവറേജുള്ള പ്ലാൻ തന്നെ തിരഞ്ഞെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ബെസ്റ്റ് ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും പിന്നീട് കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ കയറി ചെക്ക് ചെയ്യുക.